ഹായ് എവരിവൺ, എല്ലാവർക്കും വിസ്ഡം ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് അക്കൗണ്ടിംഗ് എന്ന് നോക്കാം. അക്കൗണ്ടിംഗ് ഈസ് എ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ലാംഗ്വേജ് ആണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോ വ്യക്തികളായി നമ്മൾ ഓരോരുത്തരായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? പലതരത്തിലുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഹിന്ദി, അങ്ങനെ പല ഭാഷകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ബിസിനസ്സിനും അതിന്റെ യൂസേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു ലാംഗ്വേജ് ആവശ്യമാണ്. ആ ലാംഗ്വേജിനെയാണ് എന്ത് പറയുന്നത്? അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. നമുക്ക് അക്കൗണ്ടിങ്ങിന്റെ മീനിങ് എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം യൂസ്ഡ് ഇൻ റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, റിപ്പോർട്ടിംഗ് ആൻഡ് അനലൈസിങ് ഫിനാൻഷ്യൽ ഡാറ്റ. എന്താണ് ഫിനാൻഷ്യൽ ഡാറ്റ? ഇറ്റ് ഈസ് അബൌട്ട് മണി. അതായത് മണി മൂല്യമുള്ള വിവരങ്ങളെ എന്ത് ചെയ്യുന്നു അക്കൗണ്ടിങ്ങില്? ആദ്യം തന്നെ കളക്ട് ചെയ്തത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, പിന്നെ അതിനെ തരംതിരിക്കുന്നു, സമ്മറൈസ് ചെയ്യുന്നു, അതിന്റെ ബേസിൽ ഒരു റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ആ റിപ്പോർട്ട് അനലൈസ് ചെയ്ത് യൂസേഴ്സ് എന്ത് ചെയ്യുന്നു? ഡിസിഷൻസ് എടുക്കുന്നു. അതാണ് എന്ത്? അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിംഗ്? അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസിന്റെ ഒരു ഡെഫിനിഷൻ ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിംഗ് ഡാറ്റ ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ and in terms of money, transactions and events which are in part at least of financial character and interpreting the result thereof. അപ്പോൾ AICPയുടെ ഡെഫിനിഷനിൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടാണ്, ഒരു കലയാണ്. അതിൽ ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഡാറ്റാസ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ഫിനാൻഷ്യൽ ടേംസിലുള്ള ഡാറ്റാസിനെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷം അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ച് തരംതിരിച്ച് സമ്മറൈസ് ചെയ്ത് പിന്നെ എന്ത് ചെയ്യുന്നു? ആ ട്രാൻസാക്ഷൻസിനെ വിലയിരുത്തുന്നു. ആ ട്രാൻസാക്ഷൻസിന് നമ്മളൊരു റിപ്പോർട്ടായിട്ട് യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ സഹായത്തോടെ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അതാണ് എന്ത്? അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്താണ്? അക്കൗണ്ടിംഗ് പ്രോസസ് ആണ് പറയുന്നത്. ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? നമ്മൾ ഇക്കണോമിക് ട്രാൻസാക്ഷൻസിനെ, അതായത് മണി മൂല്യമുള്ള സാമ്പത്തികമായിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ച് അതിനെ ക്ലാസിഫൈ ചെയ്ത് സമ്മറൈസ് ചെയ്ത് വിലയിരുത്തി അതിന്റെ ബേസിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ട് നമ്മൾ ആരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇന്റേണൽ യൂസേഴ്സ് ആവാം, അതായത് ബിസിനസ്സിന് ബിസിനസിന്റെ അകത്തും പുറത്തുമായിട്ട് ഒരുപാട് ഇൻഫർമേഷൻ ആവശ്യമുള്ള ആൾക്കാരുണ്ട്. അവരായിട്ട് എന്ത് ചെയ്യുന്നു? ആ ഇൻഫർമേഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ ഇൻഫർമേഷന്റെ ബേസിൽ ഇന്റേണൽ ആയാലും എക്സ്റ്റേണൽ ആയാലും യൂസേഴ്സ് എന്ത് ചെയ്യുന്നു? ഡിസിഷൻസ് എടുക്കുന്നു. അതാണ് എന്ത്? അക്കൗണ്ടിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അടുത്തത് ബുക്ക് കീപ്പിംഗ്. എന്താണ് ബുക്ക് കീപ്പിംഗ്? ആ നെയിം മെൻഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഡാറ്റാസിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ കീപ്പ് ചെയ്ത് വെക്കുന്നു, ഒരു ബുക്കിൽ സൂക്ഷിച്ചു വെക്കുന്നു. അതിനെയാണ് എന്ത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട് ഈസ് കോൾഡ് ബുക്ക് കീപ്പിംഗ്. അതായത് മണി ട്രാൻസാക്ഷൻസിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു വ്യക്തമായിട്ട് അത് എപ്പോഴാണോ നടന്നത് ആ ഓർഡറിൽ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതിനെയാണ് എന്ത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒൺലി ഫിനാൻഷ്യൽ ഡാറ്റ, സാമ്പത്തികമായിട്ടുള്ള വിവരങ്ങളെ മാത്രമാണ് എന്ത്? നമ്മൾ അക്കൗണ്ടിങ്ങില് ബുക്ക് കീപ്പിംഗിൽ എന്ത് ചെയ്യുന്നുള്ളൂ? റെക്കോർഡ് ചെയ്ത് വെക്കുന്നുള്ളൂ. ഇനി അതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് കീപ്പിംഗ് എ പെർമനന്റ് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് ബുക്ക് കീപ്പിംഗ്. അതായത് ബിസിനസ് ട്രാൻസാക്ഷൻസിനെ പെർമനന്റ് ആയിട്ട് കീപ്പ് ചെയ്ത് വെക്കുന്ന ഒരു കലയാണ് എന്ത്? കീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ബിസിനസ് ട്രാൻസാക്ഷൻസിനെ നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ കീപ്പ് ചെയ്ത് വെക്കുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ബുക്കാണ് എന്ത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ബുക്ക് കീപ്പിംഗിന്റെ നേച്ചർ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഐഡന്റിഫൈങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, മെഷറിംഗ് ദം ഇൻ മോണിറ്ററി ടേംസ്, റെക്കോർഡിംഗ് ആൻഡ് ക്ലാസിഫൈങ് ദം. സാമ്പത്തികമായിട്ടുള്ള വിവരങ്ങളെ ഐഡന്റിഫൈ ചെയ്യുകയും അതിനെ അളക്കുകയും റെക്കോർഡ് ചെയ്ത് വെക്കുകയും തരംതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ടുള്ള വിവരങ്ങളെ ശേഖരിച്ചു വെക്കുകയും
തരംതിരിക്കുക മാത്രമാണ് എന്ത് ബുക്ക് കീപ്പിംഗിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇനി അക്കൗണ്ടിങ് എന്നാൽ എന്താ? ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് സമ്മറൈസിംഗ് ദ റെക്കോർഡഡ് ട്രാൻസാക്ഷൻസ്, ഇന്റർപ്രറ്റിംഗ് ദം ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട്. റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ എന്ത് ചെയ്യുന്നു? സമ്മറൈസ് ചെയ്ത് അതിനെ വിലയിരുത്തി അതിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നു? ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ റിപ്പോർട്ട് യൂസേഴ്സിന് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിന്റെ ബേസിൽ യൂസേഴ്സ് എന്ത് ചെയ്യുന്നു? ഡിസിഷൻസ് എടുക്കുന്നു. അതാണ് എന്ത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഒബ്ജക്റ്റീവ് നോക്കാം. ബുക്ക് കീപ്പിംഗ് എന്നാൽ എന്താ? ഇറ്റ് ഈസ് ടു മെയിൻറ്റെയിൻ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. അപ്പൊ ബുക്ക് കീപ്പിംഗിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് സാമ്പത്തികമായ വിവരങ്ങളെ ശേഖരിച്ചു വെക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നാൽ അക്കൗണ്ടിങ്ങിന്റെ എയിം എന്താണ്? അസർട്ടൈനിങ് ബിസിനസ് ഇൻകം ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻസ്. ബിസിനസിന്റെ ഇൻകം, ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത്? ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ കുറിച്ചുള്ള ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി എന്താണ് ഫംഗ്ഷൻ നോക്കാം. ബുക്ക് കീപ്പിംഗിന്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് ടു റെക്കോർഡ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. സോ ഇറ്റ്സ് സ്കോപ്പ് ഈസ് ലിമിറ്റഡ്. ബിസിനസ് ട്രാൻസാക്ഷൻസിന് റെക്കോർഡ് ചെയ്ത് വെക്കുക മാത്രമാണ് ഇത് ബുക്ക് കീപ്പിംഗിൽ ചെയ്യുന്നുള്ളൂ. വേറെ ഒരു പ്രോസസ്സും ബുക്ക് കീപ്പിംഗിൽ നടക്കുന്നില്ല. എന്നാൽ അക്കൗണ്ടിങ്ങിൽ എന്താണ് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, അതിനെ തരംതിരിക്കുന്നു, സമ്മറൈസ് ചെയ്യുന്നു, അതിനെ വിലയിരുത്തുന്നു. പിന്നെ എന്താണ്? ആ കിട്ടിയ ഇൻഫോർമേഷൻസിനെ നമ്മൾ ഒരു റിപ്പോർട്ടിന്റെ ബേസിൽ യൂസേഴ്സിന് കൊടുക്കുന്നു. അതാണ് എന്ത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് ബുക്ക് കീപ്പിംഗിന്റെ ബേസിക് എന്ന് നോക്കാം. വൗച്ചർ ആൻഡ് അതർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആർ നെസസറി ആസ് എവിഡൻസ് ടു റെക്കോർഡ് ദ ബിസിനസ് ട്രാൻസാക്ഷൻസ്. അപ്പോൾ വൗച്ചർ എന്താ? ഇപ്പോൾ ഒരു സെയിൽ നടത്തിയ സെയിലിന്റെ ബില്ല്, പർച്ചേസ് ബില്ല്, ഇതെല്ലാം, അതായത് ഒരു ട്രാൻസാക്ഷൻസ് നടന്നതിന്റെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ എവിഡൻസിനെയാണ് ഇത് വൗച്ചർ എന്ന് പറയുന്നത്. അതുപോലെ ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം, അതിന്റെ ബേസിൽ മാത്രമാണ് ഇത് ട്രാൻസാക്ഷൻസ് ബുക്ക് കീപ്പിംഗിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുള്ളൂ. എന്നാൽ അക്കൗണ്ടിങ്ങിൽ എന്താണ്? ബുക്ക് കീപ്പിംഗിന്റെ ബേസിലാണ് ഇത് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അടുത്തത് ലെവൽ ഓഫ് നോളജ്. ഇറ്റ് ഈസ് എനഫ് ടു ഹാവ് എലമെന്ററി നോളജ് ഓഫ് അക്കൗണ്ടിങ് ടു ഡു ബുക്ക് കീപ്പിംഗ്. അതായത് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഒരു ചെറുതായിട്ടുള്ള ഒരു നോളജ് മതി ബുക്ക് കീപ്പിംഗ് പ്രിപ്പയർ ചെയ്യാൻ. എന്നാൽ അക്കൗണ്ടിങ്ങിലോ ഫോർ അഡ്വാൻസ്ഡ് ആൻഡ് ഇൻ ഡെപ്ത് നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഇസ് റിക്വയർഡ്. എന്നാൽ ബുക്ക് കീപ്പിംഗ് ചെയ്യാനായിട്ട് ചെറിയൊരു അക്കൗണ്ടിങ്ങിനെ കുറിച്ചുള്ള ഒരു നോളജ് മാത്രം മതി. എന്നാൽ അക്കൗണ്ടിങ് ചെയ്യണമെങ്കിൽ എന്താ? ഒരു ഡെപ്ത് നോളജ് ആവശ്യമാണ്. ഇനി ബുക്ക് കീപ്പിംഗിന്റെ റിലേഷൻ. ബുക്ക് കീപ്പിംഗ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? ബുക്ക് കീപ്പിംഗ് അല്ലെ. ഫസ്റ്റ് എന്താണ് അക്കൗണ്ടിങ്ങിന്റെ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ആണ് അല്ലെ. ആദ്യം തന്നെ എന്താണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ഈ ബുക്ക് കീപ്പിംഗ് തീരുന്നോടത്താണ് എന്ത്? അക്കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അക്കൗണ്ടിങ് ബിഗിൻസ് വെയർ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. ബുക്ക് കീപ്പിംഗ് കഴിഞ്ഞു, റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് എന്ത്? നമുക്ക് അക്കൗണ്ടിങ്ങിലേക്ക് കടക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഇത്തരം 6 ഡിഫറൻസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ടോപ്പിക് റെലവന്റ് ആസ്പെക്ട് ഓഫ് മീനിങ് ഓഫ് അക്കൗണ്ടിങ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ആണ് എക്കണോമിക് ഈവന്റ്. എന്താണ് ഈവന്റ് എന്ന് പറഞ്ഞാല്? ട്രാൻസാക്ഷൻസ് ആണല്ലേ. വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന ഇടപാട്, ഒരു ഇടപാടിനെയാണ് എന്ത് പറയുന്നത്? ഈവന്റ് എന്ന് പറയുന്നത്. അപ്പൊ എക്കണോമിക് ഈവന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വിച്ച് ആർ മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി. മണി മൂല്യമുള്ള ട്രാൻസാക്ഷൻസിനെയാണ് എന്ത്? എക്കണോമിക് ഈവന്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും? അവിടെ ക്യാഷ് ഇൻവോൾവ് ആയിരിക്കും. ഇക്കണോമിക് ഈവന്റിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: എക്സ്റ്റേണൽ ഈവന്റ് ആൻഡ് ഇന്റേണൽ ഈവന്റ്. അപ്പൊ എക്സ്റ്റേണൽ ഈവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ എൻറ്റിറ്റി ആൻഡ് ഔട്ട്സൈഡ് എൻവയോൺമെന്റ്. ബിസിനസ്സും ബിസിനസ്സിന് പുറത്തുമുള്ള ആൾക്കാരായിട്ടുള്ള ഇടപാടുകളെയാണ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിനെയാണ് ഇത് എക്സ്റ്റേണൽ ഈവന്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ എന്താ? നമ്മള് കസ്റ്റമേഴ്സിന് സെയിൽ നടത്തുന്നു, അതുപോലെ സപ്ലൈസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് എന്ത്? എക്സ്റ്റേണൽ ഈവന്റ് എന്ന് പറയുന്നത്. ഇനി ഇന്റേണൽ ഈവന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ററാക്ഷൻ വിത്തിൻ ദ എൻറ്റിറ്റി. ഒരു ബിസിനസിന്റെ അകത്ത് തന്നെ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെയാണ് ഇത് ഇന്റേണൽ ഈവന്റ് എന്ന് പറയുന്നത്. അതായത് വേജസ് കൊടുക്കുന്നത്, എംപ്ലോയീസിന് വേജസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് സ്റ്റോർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാനുഫാക്ചർ ഡിപ്പാർട്ട്മെന്റിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഇതൊക്കെയാണ് എന്ത്? ഇന്റേണൽ ഈവന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഐഡന്റിഫിക്കേഷൻ, മെഷർമെന്റ്, റെക്കോർഡിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ
നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൗണ്ടിങ് എന്നാൽ മോണിറ്ററി ടേംസിലുള്ള ട്രാൻസാക്ഷൻസിനെ മാത്രമേ റെക്കോർഡ് ചെയ്ത് വെക്കത്തുള്ളൂ അല്ലെ. അപ്പോ മണി മൂല്യമുള്ള ട്രാൻസാക്ഷൻസിനെ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനെ അളന്ന് അതിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ അല്ലെ ഒരു സിസ്റ്റമാറ്റിക് മാനറിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് അതിന്റെ ബേസിൽ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് ആരൊക്കെയാണ് ബിസിനസിന്റെ യൂസേഴ്സ്? ഇന്റേണൽ യൂസേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. ബിസിനസിന്റെ അകത്തും പുറത്തുമായിട്ട് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ളവരുണ്ട്. അവർക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ ആ ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, ആ യൂസേഴ്സ് ഡിസിഷൻസ് എടുക്കുന്നു. ഓക്കെ, അടുത്തത് ഓർഗനൈസേഷൻ. എന്താണ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് എന്റർപ്രൈസ് ആണ്. അത് എന്തിനായിരിക്കും? വെദർ ഫോർ പ്രോഫിറ്റ് ഓർ നോട്ട് ഫോർ പ്രോഫിറ്റ് മോട്ടീവ്. പണത്തിന് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ പണത്തിന് വേണ്ടി അല്ലാത്ത സ്ഥാപനങ്ങളും എന്താണ് ഓർഗനൈസേഷൻ എന്ന് നമുക്ക് പറയാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് ആക്ടിവിറ്റി ആൻഡ് ലെവൽ ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ്. അപ്പോ അതിന്റെ എന്തൊക്കെയാണോ സൈസ് ഓഫ് ആക്ടിവിറ്റീസ്, അതിന്റെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ, എന്തൊക്കെ ടൈപ്പിലുള്ള ഓപ്പറേഷൻസ് ആണോ ആ ബിസിനസ്സിൽ നടക്കുന്നത്, അതിന്റെ ബേസിസിൽ എന്തായിരിക്കും ഓർഗനൈസേഷനെ പലതായിട്ട് നമ്മൾ തരംതിരിക്കും. ഒന്ന് സോൾ പ്രൊപ്രൈറ്ററി കൺസേൺ, അതായത് ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു കൺസേൺ ആയിരിക്കാം, പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ഫേം ആയിരിക്കാം, ഒരു കോർപ്പറേറ്റീവ് സഹകരിച്ച് സഹകരണ സൊസൈറ്റി ആയിരിക്കാം, കമ്പനി ആയിരിക്കാം, ലോക്കൽ അതോറിറ്റി ആയിരിക്കാം, മുനിസിപ്പൽ കോർപ്പറേഷൻ ആവാം, അതുപോലെ തന്നെ എനി അതർ അസോസിയേഷൻ, ഏതെങ്കിലും പേഴ്സൺസിന്റെ അസോസിയേഷൻ ആവും. ഇതിനെല്ലാം എന്താണ് നമ്മൾ ഓർഗനൈസേഷൻ എന്ന് വിളിക്കും. അടുത്തത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമുള്ള വ്യക്തികളെയാണ് എന്ത് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അത് രണ്ട് ടൈപ്സ് ആണ് ഉള്ളത്, ഇന്റേണൽ യൂസേഴ്സും എക്സ്റ്റേണൽ യൂസേഴ്സും. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആൻഡ് യൂസർ ഓഫ് ദി ഇൻഫർമേഷൻ ഈസ് പാർട്ട് ഓഫ് ദി ബിസിനസ് ഇറ്റ് സെൽഫ്. അതായത് ആ യൂസേഴ്സ് എന്ന് പറയുന്നത് ബിസിനസിന്റെ ഭാഗമായിരിക്കും. അവരെയാണ് എന്ത് ബിസിനസിന്റെ അകത്ത് തന്നെയുള്ള യൂസേഴ്സിനെയാണ് എന്ത് ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി യൂസേഴ്സ് എന്ന് പറയും. അവരാണ് എന്ത് ആദ്യത്തെ ആവശ്യക്കാര്, ഇൻഫർമേഷൻ ആദ്യം ആവശ്യമുള്ളവരാണ് എന്ത് പ്രൈമറി യൂസേഴ്സ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആൻഡ് യൂസർ ഓഫ് ദി ഇൻഫർമേഷൻ ഈസ് എക്സ്റ്റേണൽ പാർട്ടി ആൻഡ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ദ ബിസിനസ്. എക്സ്റ്റേണൽ ആയിരിക്കും, ബിസിനസ്സിന് പുറത്തുള്ള വ്യക്തികളാണ് എന്ത് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. അവരെന്താ ബിസിനസിന്റെ ഭാഗമായിരിക്കില്ല. ആദ്യം പ്രൈമറി യൂസേഴ്സിന് ഇൻഫോർമേഷൻസ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് എക്സ്റ്റേണൽ യൂസേഴ്സിന് നമ്മൾ ഇൻഫോർമേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റേണൽ യൂസേഴ്സ് ആരൊക്കെയാണ്? ഇന്റേണൽ മാനേജ്മെന്റ്, പിന്നെ ആരാണ്? പാർട്ട്നേഴ്സ് ഉണ്ടാവും, പിന്നെ ആ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ്. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സ്, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തികളായിരിക്കാം, ലെൻഡേഴ്സ് ആയിരിക്കാം, ലീഗൽ ബോഡീസ് ആയിരിക്കാം, കസ്റ്റമേഴ്സ് ഉണ്ടാവാം, അതുപോലെ ബിസിനസ്സിലേക്ക് സപ്ലൈ ചെയ്യുന്നവരുണ്ടാവാം, ജനറൽ പബ്ലിക് ഉണ്ടാവും, ഗവൺമെന്റ് ഉണ്ട്, റിസർച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് എന്ത് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ. അക്കൗണ്ടിംഗ് ഇൻഫർമേഷന്റെ സവിശേഷതകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ടോപ്പിക് ആണ് എന്ത് റിലയബിലിറ്റി. എന്താണ് റിലയബിൾ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല് വിശ്വസനീയമായ വിവരങ്ങളാണ് എന്ത് റിലയബിൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ദ ഇൻഫർമേഷൻ മസ്റ്റ് ബി ഫ്രീ ഫ്രം മെറ്റീരിയൽ എറർ ആൻഡ് പേഴ്സണൽ ബയാസ്. അപ്പോൾ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഉൾപ്പെടുന്ന വിവരങ്ങൾ എന്തായിരിക്കണം? ഒരു മിസ്റ്റേക്കും ഉണ്ടാവരുത്, അതുപോലെ തന്നെ വ്യക്തിപരമായ താല്പര്യങ്ങളുടെ ബേസിൽ ഒരു തരത്തിലുമുള്ള ഇൻഫർമേഷൻസ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷനിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി വെരിഫയബിൾ. ഇറ്റ് മീൻസ് ട്രാൻസാക്ഷൻ ഷുഡ് ബി എവിഡൻസ്ഡ് ബൈ ഡോക്യുമെന്റ്. അപ്പൊ എന്താണ് ഇൻഫർമേഷൻ? അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വെരിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ അത് ഒരു ഡോക്യുമെന്റ് എവിഡൻസിന്റെ ബേസിലായിരിക്കണം എന്ത് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് ഉൾപ്പെടുത്താൻ. ഫോർ എക്സാമ്പിൾ, പർച്ചേസ് നടന്നാൽ എന്താണ് പർച്ചേസ് ബിൽ ഉണ്ടായിരിക്കും, അതുപോലെ സെയിൽ നടന്നാൽ അതിന് എവിഡൻസ് ആയിട്ട് സെയിൽസ് ബില്ലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡോക്യുമെന്റ്സിന്റെ ബേസിലുള്ള ഇൻഫർമേഷൻ മാത്രമാണ് എന്ത് അക്കൗണ്ടിംഗ് ഇൻഫർമേഷനിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അതാണ് എന്ത് റിലയബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് റെലവൻസ്. ദ ഇൻഫർമേഷൻ മസ്റ്റ് ബി റെലവന്റ് ടു ദ ഡിസിഷൻ മേക്കിംഗ് റിക്വയർമെന്റ് ഓഫ് യൂസേഴ്സ്. അപ്പൊ എന്താണ് നമ്മൾ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ യൂസേഴ്സിന് റെലവന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമാണ് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പാടുള്ളൂ. അത് യൂസേഴ്സിന് ഡിസിഷൻസ് എടുക്കാനായിട്ട് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കണം. അതാണ് എന്ത് റെലവൻസ് എന്ന് പറയുന്നത്. അടുത്തത് അണ്ടർസ്റ്റാൻഡബിലിറ്റി. The information should be disclosed in financial statement in such a manner that these are easily understandable.
അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നേരത്തെ അക്കൗണ്ടിങ് എന്താന്ന് പറഞ്ഞു അക്കൗണ്ടിങ്ങിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ഫിനാൻഷ്യൽ സാമ്പത്തികമായിട്ടുള്ള വിവരങ്ങളെ ശേഖരിച്ചു വെക്കുകയും അതിനെ വിലയിരുത്തുകയും സമ്മറൈസ് ചെയ്യുകയും അതിന്റെ ബേസിൽ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് നമ്മൾ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഫിനാൻഷ്യൽ റിപ്പോർട്ടാണ് ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള വിവരങ്ങൾ ഏതൊരു യൂസേഴ്സിനും എപ്പോൾ വായിച്ചാലും പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കണം അതിൽ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അതാണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി. അടുത്തത് കമ്പയറബിലിറ്റി. ബോത്ത് ഇന്റർ ഫേം ആൻഡ് ഇൻട്രാ ഫേം കമ്പാരിസൺ മസ്റ്റ് ബി പോസിബിൾ ഓവർ ഡിഫറെന്റ് ടൈം പീരീഡ്. എന്താണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ബിസിനസിന്റെ അകത്തും പുറത്തുമുള്ള ഡോക്യുമെന്റ്സ് ആയിട്ടും ഡിഫറെന്റ് പീരീഡിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടും കമ്പയർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം എന്ത് അക്കൗണ്ടിങ് എന്ന പ്രോസസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്.